ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആണ്, നേരത്തെ ബാക്കി കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യില്ലേ മക്കളെ, ഒന്ന് ഫുള്ള് കണ്ടേക്കണേ. അപ്പോൾ ആ ചേച്ചി ഞങ്ങളോട് ചോദിക്കുകയാണ് വീഡിയോ എടുക്കണോ, ഞങ്ങൾ വൈറലാക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് കയറുകയാണ്. പക്ഷികളെയും പാമ്പുകളെയൊക്കെ കാണാനായിട്ട് കയറുകയാണ്. തുടക്കം തന്നെ മീനുകളാണ് ഗായ്സ്, വെറൈറ്റി മീനുകളാണ്. ഊതാണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മീനുകൾ. നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈറ്റ് കിടക്കുന്നത് കൊണ്ട് അത് അങ്ങേയറ്റം പോയി നിൽക്കുന്നത് കൊണ്ടും ക്ലിയറായി എടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് സെക്കൻഡ് മീൻ. പിന്നീട് നമ്മുടെ കരിമീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ മീൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ള കളറുള്ള മീനുകൾ. എനിക്ക് നമ്മുടെ കുഞ്ഞു കരിമീനുകളെ കുറച്ച്. പിന്നെ ഇതെന്തൊരു മീനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇംഗ്ലീഷിൽ ഈലെന്നെങ്ങാണ്ടാണ് കേട്ടോ പറയുന്നത്. ഇവിടെയും കുറച്ച് മീനുകൾ. ഇതിൽ പിന്നെ ഒന്നുമില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ മുള്ളൻപന്നിയൊക്കെയാണ് കണ്ടത്. ദാണ്ടേ മുള്ളൻപന്നി ഗൈസ്. ഇത് നമ്മുടെ മുയൽ, എലി, മുയൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഗൈസ്. വെള്ള റാറ്റ്, ഹായ് ക്യൂട്ട്. പക്ഷേ എൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഇത് നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അണ്ണാൻകുഞ്ഞിനെ തൊട്ടിൽ കെട്ടി ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് കാണാൻ. പിന്നെ ഈ ഒരു റാറ്റിന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എലികളൊന്നും നമുക്കിഷ്ടമല്ല. ഇപ്പോൾ പല സൈസിലെ എലികളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഗൈസ്. അപ്പോൾ അടുത്ത് നിങ്ങളൊന്ന് മുകളിലോട്ട് നോക്കി ഒരു എലി ചാടാൻ ശ്രമിക്കുന്നത് ഗൈസ്. ഉമ്മ ചൂണ്ടി കാണിക്കുന്നുണ്ട്, ഇത് ചാടുന്നത് കണ്ടോ, ചാടാനായിട്ട് നിൽക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പല സൈസിലെ എലികളാണ്. എനിക്ക് എലികൾ കാണുന്നതിൽ താല്പര്യമൊന്നുമില്ല, എങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇതാണ് നമ്മുടെ ഒരു പൂച്ചയ്ക്ക് 3 മക്കളെന്ന് പറഞ്ഞതുപോലെ കിടക്കുന്ന കണ്ടോ, കിടക്കുന്ന കിടപ്പ്. പിന്നെ ആ ചേട്ടനാണെങ്കിൽ ഇവിടെ ഇതിനൊക്കെ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സംഭവത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങളും തത്തയൊക്കെ ആയിരുന്നു. നിങ്ങൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മക്കളെ. എൻ്റെ എക്സ്പ്രഷനൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ. ഈ ഒരു തത്തയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീടെന്ന് വെച്ചാൽ കണ്ടോ, ഒരു കുടുംബം പോലെ ഇരിക്കുന്ന ഈ തത്ത കണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങളൊക്കെയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അവിടെ നിന്ന്. കപ്പിൾസിനെ കണ്ടോ ഗൈസ്, കപ്പിൾസ്. ഈ പച്ചത്തത്ത നല്ല രസമുണ്ടല്ലോ ഗൈസ്. ഈ വെള്ള തത്തകളാണ്, വെള്ള വേറെ പച്ചയും ചുവപ്പും കൂടിയുള്ളത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. 30 രൂപയ്ക്ക് കാണാൻ പറ്റിയ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്ടേ. പക്ഷേ മഞ്ഞ കളറിലത്, നീലയും ഇതും കൂടിയായിട്ടുള്ളത്. ഇവിടുത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടതാണ്. പ്രാവിനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. പ്രാവുകൾ അത് ഒറ്റപ്പെട്ട് പാവം, അതിൻ്റെ ഇണയില്ല. പ്രാവുകളാണ് ഈ സെക്ഷൻ. തൊപ്പിപ്രാവ് ഞാനതിനിട്ട പേരാണ് കേട്ടോ. അതിൻ്റെ ഒറിജിനൽ പേരൊന്നും എനിക്കറിയത്തില്ലല്ലോ. ഇതെന്തൊരു പ്രാവാണെന്നൊന്നും നമുക്കറിയില്ല. പിന്നീടെന്ന് വെച്ചാൽ ഈ സംഭവം എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഒരു ചുമന്ന കോഴിയാണോ ഇനി അതോ വേറെ വല്ല ജീവിയാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പിന്നെ ആ ചേട്ടൻ കയ്യിൽ പാമ്പിനെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിലിടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കഴുത്തിലൊന്നും ഇടാൻ പറ്റിയില്ല, സമ്മതിച്ചില്ല. എല്ലാ പരീക്ഷണവും എൻ്റെ മേലിലാക്കാനായിരുന്നു പ്ലാൻ, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ പാമ്പിരിക്കുന്ന കണ്ട ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ സൂം ചെയ്താണ്. എനിക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പേടിയാണ് ഗൈസ്. അത് കഴിഞ്ഞ് വരുന്ന കാണുമ്പോൾ തന്നെ ഒരു പിറം പെരുക്കുന്നു ഗൈസ്. ഇവരെയൊക്കെ സമ്മതിക്കണമല്ലേ ഈ പാമ്പിനെയൊക്കെ എടുക്കുന്നതിന്. അതിനുശേഷം ആ പാമ്പ് ഇതാ കാണിക്കുന്നത് കാണണമെങ്കിൽ നോക്കൂ. പോക്കറ്റിലോട്ടൊക്കെ കയറാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ ചേട്ടൻ ഇനി അടയ്ക്കാനുള്ള പരിപാടിയാണ്. ഈ പാമ്പ് എന്താ ചത്ത് കിടക്കുന്നു?
എന്ന് അനസ് മാമ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സംഭവം അതിന് ജീവനുണ്ട്, ചുരുണ്ട് കൂടി കിടക്കുന്നേ ഉള്ളൂ. പൂച്ചേട്ടൻ ഇതിനടയ്ക്കാൻ പോവുകയാണ്, അടച്ച് അതിനകത്തിടുകയാണ്. സോ ഗൈസ്, എനിക്കിപ്പോഴാണ് സമാധാനമായത്. ഇപ്പോൾ ബാക്കിൽ ഒരുത്തനിരുന്ന് കാണിക്കുന്നുണ്ടില്ലേ, അതതിനപ്പുറമായിപ്പോയി എന്നുള്ളത് ചിന്തയില്ലേ. ഇനി അതിനെ അടയ്ക്കാനുള്ള പുറപ്പാടാണ് ചേട്ടൻ. ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ടങ്ങ് ആക്കി, ശരിക്കും ഞെട്ടിപ്പോയി. അതാണ് ജസ്റ്റ് ഒന്ന് ക്യാമറ ഫ്ലോപ്പായത്. കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേദം വരുന്നവരെയൊക്കെ സമ്മതിക്കണം ഗൈസ്. പക്ഷെ വേറൊരു ചേട്ടൻ വന്നു, എടുക്കാനുള്ള പുറപ്പാടിലാണ് ഗൈസ്. ഞാൻ പേടിച്ചുള്ള എൻ്റെ നിപ്പ് കണ്ടിട്ട് എക്സ്പ്രഷനൊക്കെ നോക്കൂ ഗൈസ്. ഷാളൊക്കെ പോകുന്നുണ്ട്. അതത്തെയാണെങ്കിൽ എൻ്റെ കമ്മലിലിട്ട് കൊത്തുന്നു ഗൈസ്. ഞാൻ പേടിച്ചാണ് അവിടെ നിൽക്കുന്നത്. എന്നെയാണ് പരീക്ഷണത്തിനായി കയറ്റിയത്. സംഭവം നല്ല വൈബായിരുന്നു, എങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു, എന്നെ വല്ലതും ചെയ്യുമോ എന്നുള്ളൊരു പേടി. നമുക്കിനി കയ്യിലെടുക്കാം. കൊള്ളാമല്ലേ? സംഭവം ആദ്യമേക്ക് നല്ല പേടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം അത്രയ്ക്ക് പേടിയൊന്നും ഇല്ല, എങ്കിലും ഉണ്ട്. ഞാൻ അതിനെ ഇറക്കി കൊടുത്തു ഗൈസ്. അതിന് പൂച്ച, ഈ കറുത്ത പൂച്ച കിടക്കുന്നുണ്ട്. ഇങ്ങനെ ശരിക്കും വിചാരിച്ച് കുരങ്ങനായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇതൊക്കെ ആയിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഓക്കെ, സംഭവം പിന്നെ എനിക്ക് ഈ ഒരു സാധനത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പൂച്ചക്കുഞ്ഞിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ അവർ ഈ ഒരു പൊസിഷൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തത്തമ്മ. എന്നെ കുറച്ച് പേടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് പാമ്പ്, കഴുത്തിടണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇട്ടില്ലായിരുന്നല്ല. നിങ്ങൾ കാത്തിരുന്ന ക്ലൈമാക്സിൻ്റെ 1ാമത്തെ ഭാഗം ഇത്. 2nd ഭാഗം അടുത്ത ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മക്കളെ ഓക്കെ, ടാറ്റാ, അസ്സലാമു അലൈക്കും, താങ്ക് യു.